പുതിയ തലമുറ എത്ര ആളുകൾക്ക് കുറ്റാന്വേഷണ എഴുത്തുകാരൻ ബാറ്റൺ ബോസിനെ അറിയാം? എനിക്കറിയാം. ഒരു കാലത്ത് ബാറ്റൺ ബോസ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ആവേശമായിരുന്നു. കോട്ടയം പുഷ്പനാഥ് പോലെ ആളുകൾ തിരക്കിട്ട് വായിച്ചിരുന്ന പുസ്തകങ്ങൾ എഴുതിയ ആളാണ് ബാറ്റൺ ബോസ്. മലയാളികളെ ഒരുപാട് തൻ്റെ കഥകൾ കൊണ്ട് ത്രസിപ്പിച്ച ഇതേ ബാറ്റൺ ബോസ് അടിമാലിക്ക് അടുത്താണ് അദ്ദേഹത്തിൻ്റെ വീടെന്നാണ് ഞാൻ ഓർമ്മിക്കുന്നത്. കുറച്ച് പുതിയ നോവലുകളുമായിട്ട് അദ്ദേഹം വരികയാണ്. ഡെത്ത് കോൾസ്, ഫയർ ഗെയിംസ് എന്നിങ്ങനെയുള്ള നോവലുകളാണ് അദ്ദേഹം വായനക്കാർക്ക് വേണ്ടി പുതിയതായി എഴുതുന്നത്. 65 വയസ്സായി, ഇപ്പോഴും എഴുത്തിനൊരു കുറവുമില്ല. വായനക്കാരുടെ മനസ്സിൽ ഉദ്വേഗം ജനിപ്പിക്കുന്ന പുതിയ കഥകളുടെ പണിപ്പുരയിലാണ് ഈ 65-കാരൻ ബാറ്റൺ ബോസ്. പുറത്ത് മഴയുടെ രൗദ്രഭാവം, വീശിയടിക്കുന്ന കാറ്റ്, ആ വൈകുന്നേരത്തിന് മുൻപില്ലാത്ത വിധം ഇരുളിമ. ആർപ്പുക്കരയിലെ ആ വീട്ടിലേക്ക് ഞങ്ങൾ എത്തുമ്പോൾ മുകളിലെ എഴുത്തുമുറിയിൽ ഒരു ഹൊറർ നോവലിന്റെ പണിപ്പുരയിലായിരുന്നു ബാറ്റൺ ബോസ്. ഓരോ വരിയിലും സസ്പെൻസ് നിറച്ച അപസർപ്പക കഥകൾ. ഡോക്ടർ സീറോ എന്ന ആദ്യ നോവൽ പോലെ തന്നെ ഉദ്വേഗഭരിതമായ മുഹൂർത്തങ്ങളും നാടകീയതയും ഇപ്പോഴും ബാറ്റൺ ബോസിന്റെ കഥകളിൽ നിറയുന്നു. ഡെത്ത് കോൾസ്, ഫയർ ഗെയിംസ് എന്ന് പേരിട്ടിരിക്കുന്ന 2 നോവലുകളാണ് വായനക്കാരെ ത്രില്ലടിപ്പിക്കാൻ എത്തുന്നത്. കൂടത്തായി കഥയുടെ ഒരു സാമ്യമുള്ള കഥ തന്നെയാണ്. സ്ത്രീകൾക്ക് എപ്പോഴും ഒരു മോട്ടീവ് ആകുന്ന ഒരു കഥയാണ് ഇത്, അല്ലാണ്ട് ഒരു കൊലപാതക പരമ്പരയൊന്നും അല്ലാതെ. അപ്പോൾ അത് നന്നായി ഒരു വർഷം കൊണ്ട് തന്നെ അതിൻ്റെ മുഴുവൻ കോപ്പിയും വിറ്റുപോയി. 65-ാം വയസ്സിൽ എത്തി നിൽക്കുമ്പോഴും പുതിയ കഥകൾക്കായുള്ള അന്വേഷണത്വര ബാറ്റൺ ബോസിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എൻ്റെ കഥകളിലൊക്കെ ചൂതുകളി ഉണ്ടെങ്കിലും ഞാനിത് ഈ ചൂതുകളി പോയി കണ്ടിട്ട് ആണ് ഇത് ചെയ്തത്. ഗോവയിലാണ് പശ്ചാത്തലത്തിൽ കഥ നടക്കുന്നത്. ഞാൻ പോയത് ബിഗ് ഡാഡി എന്ന് പറഞ്ഞ ഷിപ്പിലുള്ള കാസിനോ, ബിഗ് ഡാഡി കാസിനോയിലായിരുന്നു. ഒരു ദിവസം മുഴുവൻ അതിനകത്ത് പങ്കെടുക്കുകയും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി. കാലത്തിന്റെ മാറ്റത്തിൽ വാരികകൾ അപ്രസക്തമായെങ്കിലും ആധുനികതയുടെ ചുവട് പിടിച്ച് ബാറ്റൺ ബോസ് കഥകൾ വായനക്കാരിലേക്ക് എത്തുന്നുണ്ട്. എൻ്റെ പുസ്തകങ്ങൾ തന്നെ റേഞ്ചറൊക്കെ 1.5 ലക്ഷം വ്യൂവേഴ്സൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന് ഈ മാറ്റം ഇത് വന്നുകൊണ്ടിരിക്കുകയും മീഡിയ ഇല്ലെങ്കിൽ പക്ഷേ ഇപ്പം പ്രിൻ്റ് മീഡിയയിൽ പുസ്തകത്തിന് നല്ല ഡിമാൻഡാണ്. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ വീക്കിലികൾ തിരിച്ചു വരാം. സിനിമയുടെ ലോകത്തേക്കും കടന്നു ചെന്നെങ്കിലും തൃപ്തി ഇന്നും വിശാലമായ എഴുത്തിൽ തന്നെ. കഥ നമ്മുടെ കയ്യിൽ ധാരാളം കഥകൾ, നൂറുകണക്കിന് കഥകൾ. സിനിമ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഞാൻ നോവൽ എഴുതുന്നതിൻ്റെ ഒരു 100-1 അധ്വാനം മാത്രം മതി ഒരു സിനിമ കഥ ഉണ്ടാക്കാൻ. എഴുതിയ ഓരോ വരികളിലും ഉദ്വേഗം ജനിപ്പിച്ച നോവലിസ്റ്റ് ബാറ്റൺ ബോസ് വീണ്ടും പേനയെടുക്കുമ്പോൾ വായനക്കാരിൽ ആകാംക്ഷ നിറയുകയാണ്. കോട്ടയത്ത് നിന്ന് സതീഷിനൊപ്പം ടോബി ജോൺസൺ, 24.